Good evening. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റെസിപ്പി നമുക്ക് വൈകുന്നേരം ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഡിന്നർ ആയിട്ടും കഴിക്കാം, സ്നാക്ക് ആയിട്ടും കഴിക്കാം. അങ്ങനെ 3 രീതിയിലും കഴിക്കാൻ പറ്റുന്ന, 3 സമയത്ത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ സ്വീറ്റ് ഫിൽഡ് ഇടിയപ്പം. സ്വീറ്റ് ഫിൽഡ് ഇടിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുത്ത ഇടിയപ്പമാണ്. ശർക്കരയും തേങ്ങയൊന്നും പുറത്തേക്ക് ഒഴുകി പോകുന്നില്ല, നല്ല ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. ഹെൽത്തിയാണ് ആവിയിൽ വേവിച്ചതുകൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് അരിപ്പൊടി ഒന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ, 1/2 കപ്പ് അരിപ്പൊടി എടുത്താൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ സാധാരണ ഇടിയപ്പവും അതുപോലെ തന്നെ ഫിൽഡ് ഇടിയപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ബാക്കിയുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര ചിരവിയതും 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും പിന്നെ ഒരു 2 ഏലക്കയും വേണം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ സ്പൈസസും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ. നിങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി ഏത് ബോട്ടിലാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്നത്, ഇതെവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളത്. ഇതിന് ഇതുപോലെ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാവും ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 2-3 ടൈപ്പ് ഹോൾസൊക്കെ ഉണ്ട്. ചെറിയ ഹോൾസ് ഉണ്ട്, അതിലും ചെറിയ ഹോൾസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹോളാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നത്. എപ്പോഴും കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തല്ല എടുക്കുന്നത്, ശർക്കര ചീവിയാണ് എടുക്കുന്നത്. എളുപ്പത്തിലുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കാൻ പോവുകയാണ്. പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയ പൊടി പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന പൊടിയാണ്, ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണ്ട. അപ്പോൾ എളുപ്പമായില്ലേ ജോലികൾ. അപ്പോൾ നമുക്ക് പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. പൊടി കുഴച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം പൊടി കുഴയ്ക്കാം. അപ്പോൾ പൊടി കുഴയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടി ഉപയോഗിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മുറുക്കുണ്ടല്ലോ, ബട്ടർ മുറുക്ക് ഉണ്ടാക്കിയത് കേട്ടോ. ബട്ടർ മുറുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ചും നമ്മുടെ ബട്ടർ മുറുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ചൂടുവെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊടി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു പൊടിയുടെ ഗുണം. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊടി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ 2 ഏലക്ക. ഞാൻ ഇതുപോലെ സീഡ്സ് മാത്രം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി എടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ പോലും വേണ്ട. ഈ ഏലക്കയുടെ സീഡ്സ് ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ആ ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് കിട്ടാനാണ്. ഇത് ശർക്കരയിലും ചെയ്യാം, പഞ്ചസാരയിലും ചെയ്യാം. ഞാനിപ്പോൾ ശർക്കര ചീവിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ പൊടി കുഴയ്ക്കുമ്പോൾ നെയ്യ് ചേർത്ത് കുഴയ്ക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കുഴയ്ക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് പൊടി കുഴയ്ക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിന് നമ്മുടെ ആ ഒരു നെയ്യുടെ ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും. അല്ലാതെ തന്നെ പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ പൊടി കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കിട്ടുക. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പൊടി ഉപയോഗിച്ച് ഇടിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി തുടങ്ങാം. ഇടിയപ്പം റെഡിയാക്കി തുടങ്ങാനായിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചില്ലുണ്ടല്ലോ, ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ചില്ലിട്ടിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇടിയപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ വട്ടം കൂടിയ ഹോൾസ് ഉള്ള ചില്ലുണ്ട്, വട്ടം കുറഞ്ഞ ഹോൾസ് ഉള്ള ചില്ലുണ്ട്. അതിൽ എൻ്റെ കയ്യിൽ 3 ടൈപ്പ്
ഹോൾസ് ഉള്ള ചില്ലുണ്ട്. ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ചില്ലിട്ടിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ വട്ടം കൂടിയ ഹോൾസ് ഉള്ള ചില്ലിട്ടിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഇടിയപ്പം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടിയപ്പം നല്ല നൂല് പോലത്തെ ഇടിയപ്പമാണ്. അപ്പോൾ ആ ഇടിയപ്പമാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാനിങ്ങനെ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ നേരത്തെ ഹോൾസുള്ള ആ ഒരു ചില്ലുണ്ടെന്നുള്ളത് കണ്ടത്. പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ഒരു നേരത്തെ ഹോൾസുള്ള ചില്ലിട്ടിട്ടാണ്. അപ്പോൾ ഇനി ഞാനിത് അടയ്ക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ കുറച്ച് തേങ്ങ അടിഭാഗത്തിട്ടിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു തേങ്ങയും കൂടി ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ പിടിക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മുടെ മാവൊക്കെ ഇടിയപ്പത്തിൻ്റെ അച്ചിലാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എപ്പോഴും കൈ ഇടാൻ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് തേങ്ങ വീതം ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഇഡ്ഡലി പാത്രം പഴയ ഇഡ്ഡലി പാത്രമാണ്. അതുകൊണ്ട് കുറച്ച് കുത്തും പുള്ളിയും പാടും ഒക്കെ ഉണ്ടാവും. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ കുറച്ച് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ച് വീതം തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മിക്സ് എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക. നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞ് കണ്ടു. അധികം വണ്ണമില്ലാത്ത നൂലാണ് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും ചേർന്ന മിക്സ് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഇത്തിരി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വെച്ച് കൊടുക്കുന്നുള്ളൂ. വീണ്ടും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കൊണ്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് ഫിൽഡ് ഇടിയപ്പത്തിൻ്റെ പരിപാടി. ഇതുപോലെ തന്നെ അടുത്തതും റെഡിയാക്കുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണിത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കൂ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരുപാട് മധുരവും കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇനി ഇഡ്ഡലി തട്ടിൽ വെച്ച് വേവിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുക്കായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി ചൂടുവെള്ളത്തിലൊന്നും കുഴച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും തേങ്ങയും ഫില്ല് ചെയ്ത ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. തൊടുമ്പോൾ സോഫ്റ്റാണ് കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കൂ. കുട്ടികൾക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും കഴിക്കാവുന്ന റെസിപ്പിയാണ്. വൈകുന്നേരം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വൈകുന്നേരം മാത്രമല്ല രാവിലെയും ഉണ്ടാക്കാം. രാവിലെ തന്നെ മധുരം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വൈകിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.